മോട്ടറോളയുടെ മോട്ടോ E14 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മോട്ടോ E13 എന്ന ഫോണിന്റെ സക്സസർ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ E14 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.56 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. E13 എന്നുള്ള സ്മാർട്ട് ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇതൊരു അപ്ഗ്രേഡ് തന്നെയാണ്. അതുപോലെ തന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോണിൽ 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ഒരു അപ്ഗ്രേഡ് തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സിൽ നല്ല അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോൺ 7400 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസൈനും 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട നല്ല കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. IP52 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഒരു IP റേറ്റിംഗ് വരുന്നു എന്നുള്ളത് തന്നെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഫോണിന്റെ ഗ്രാഫൈറ്റ് ഗ്രേ, പാസ്റ്റൽ ഗ്രീൻ, അതുപോലെ തന്നെ പാസ്റ്റൽ പർപ്പിൾ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T606 എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. E13 എന്ന സ്മാർട്ട് ഫോണിലും സെയിം പ്രോസസറാണ് വന്നിട്ടുള്ളത്. അപ്പം പ്രോസസറിന്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള അപ്ഗ്രേഡ്സ് ഒന്നും ഇല്ല. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസറാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോവേണ്ടതാണ്. 5G സപ്പോർട്ടൊന്നും ഇതിൽ വരുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. റാം ബൂസ്റ്റ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൽ ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ഗോ എഡിഷൻ സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. 13 മെഗാ പിക്സലിലെ ഒരു മെയിൻ ക്യാമറ സെൻസർ ഫോണിന്റെ പിന്നിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. E13 എന്നുള്ള സ്മാർട്ട് ഫോണിലും ഇതേ സെയിം ക്യാമറ സെറ്റപ്പ് ഒക്കെ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിലും കാര്യമായിട്ടുള്ള അപ്ഗ്രേഡ്സ് ഒന്നും ഇല്ല. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 15 വാട്ടിന്റെ ആണെങ്കിലും ഒരു ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. ഇപ്പം E13 എന്നുള്ള സ്മാർട്ട് ഫോണിൽ 10 വാട്ടിന്റെ ചാർജിങ് സ്പീഡ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ നിന്ന് ഇതും ഒരു അപ്ഗ്രേഡ് തന്നെയാണ്. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. കാരണം 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ ഒരു ഫോൺ ഏകദേശം 7400 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കേടുള്ള നല്ല ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നല്ലൊരു ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ മിക്കവാറും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. E13 എന്ന ഫോണിന്റെ സക്സസറായിട്ട് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് മിക്കവാറും വരുന്നതായിരിക്കും. ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു ഫോണ് ഒരു 6000 to 7000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും മോട്ടറോളയുടെ മോട്ടോ E14 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.